എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ജൂൺ മാസം കർക്കിടക കൂറുകാർക്ക്, അതായത് പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എങ്ങനെ ഉണ്ടാകും എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഈ 2026 ജൂൺ മാസം നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് വലിയ വഴിത്തിരിവുകളാണോ, അതോ ചില മുൻകരുതലുകളൊക്കെ എടുക്കേണ്ട സമയമാണോ? ഈ മാസത്തെ നിങ്ങളുടെ തൊഴിലൊക്കെ എങ്ങനെ പോകും? സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിവയെല്ലാം എങ്ങനെയാകുമെന്ന് നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം ജൂൺ മാസം നിങ്ങൾ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റിയും പറയുന്നുണ്ട്. ആദ്യം തന്നെ നിങ്ങളുടെ തൊഴിൽ മേഖലയെക്കുറിച്ച് പറയാം. ഈ ജൂൺ മാസത്തിൽ കർക്കിടക കൂറുകാർക്ക് തൊഴിൽപരമായി വലിയ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. 10ാം ഭാവത്തിലെ ചൊവ്വയുടെയൊക്കെ സ്വാധീനം മൂലം കരിയറിൽ വലിയൊരു ഊർജ്ജവും മുന്നേറ്റവും ഒക്കെ ഉണ്ടാകുന്നതാണ്. 9ാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതിയൊക്കെ കാരണം ചില ഉയർച്ച താഴ്ചകളും ജോലിയിൽ ചെറിയ മാറ്റങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. സഹപ്രവർത്തകരുമായോ മേലുദ്യോഗസ്ഥരുമായോ ഉള്ള തർക്കങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അല്പം മത്സരങ്ങളെയൊക്കെ നേരിടേണ്ടിയൊക്കെ വരുമെങ്കിലും കഠിനാധ്വാനത്തിലൂടെയൊക്കെ വിജയമൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജൂൺ പകുതിയോടുകൂടി സൂര്യൻ നിങ്ങളുടെ രാശിയിൽ ഒക്കെ എത്തുന്നതോടെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുകയും പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളെ തേടി വരികയും ഒക്കെ ചെയ്യുന്നതുമാണ്. ഇനി നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് നാളായി വ്യാഴം 12-ലൊക്കെ നിൽക്കുന്ന സമയത്ത് സാമ്പത്തികപരമായിട്ട് ചിലവുകളൊക്കെ അല്പം കൂടിയിരുന്ന സമയമാണ്. ആ വ്യാഴം ജൂൺ 2-ന് നിങ്ങളുടെ രാശിയിലേക്ക് രാശി മാറുകയാണ്. അപ്പോൾ കഴിഞ്ഞ നാളുകളെ അപേക്ഷിച്ച് കൂടുതൽ ഗുണകരമായ അവസ്ഥയായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. ഭാഗ്യവർധനയൊക്കെ ഉണ്ടാകുന്നതാണ്. 9ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ഭാഗ്യത്തിനൊക്കെ എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ആ ശനി ഈ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതോടുകൂടി ശനിയുടെ ദോഷഫലങ്ങളൊക്കെ കുറയുന്നതാണ്, ഭാഗ്യമൊക്കെ വർദ്ധിക്കുന്നതാണ്. ഈ സാമ്പത്തിക കാര്യം നോക്കാം. ഈ മാസം നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് ഉള്ളത്. വരുമാനത്തിന് വലിയ കുറവൊന്നും ഉണ്ടാകില്ലെങ്കിലും 2ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതും 8ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതും കാരണം അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ചിലവുകളൊക്കെ നിങ്ങളെ തേടി വന്നേക്കാം. പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങൾക്കായിട്ടൊക്കെ പണം ചിലവഴിക്കേണ്ടതായും വന്നേക്കാം. അതുകൊണ്ട് ഈ മാസം വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോഴും ആർക്കെങ്കിലും കടമൊക്കെ കൊടുക്കുമ്പോഴും അതീവ ശ്രദ്ധയൊക്കെ പുലർത്തുക. കൃത്യമായ ഒരു ബഡ്ജറ്റ് ഒക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇനി കുടുംബജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 12-ലും 1-ലും ഒക്കെയായിട്ട് വരുന്ന ശുക്രൻ്റെ അനുകൂല സ്ഥാനം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നൽകുന്നതാണ്. പ്രണയിക്കുന്നവർക്കൊക്കെ പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ രാഹുവിൻ്റെ സ്വാധീനം മൂലം പങ്കാളിയുമായിട്ട് ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ മാസം നിങ്ങളുടെ ഈഗോ പൂർണ്ണമായും മാറ്റിവെച്ച് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ഈ മാസം അല്പം കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം എന്താണെന്ന് നോക്കിയാൽ, കർക്കിടക കൂറുകാരായ വിദ്യാർത്ഥികൾക്ക് ഈ ജൂൺ മാസം വളരെ നിർണായകമായ ഒരു സമയമാണ്. പുതിയ അധ്യയന വർഷമൊക്കെ ആരംഭിക്കുന്ന ഈ സമയത്ത് പഠനത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നതാണ്. ബുധൻ്റെ അനുകൂലമായ സ്ഥാനം ബുദ്ധിശക്തിയും ഏകാഗ്രതയും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ മനസ്സ് ചഞ്ചലമാകാനും ശ്രദ്ധ തിരിയാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. അതിനാൽ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഉപയോഗവും അനാവശ്യ കൂട്ടുകെട്ടുകളുമൊക്കെ ഈ മാസം പരമാവധി കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഉപരിപഠനത്തിനൊക്കെ ആയിട്ട് തയ്യാറെടുക്കുന്നവർക്കും മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്കും കഠിനാധ്വാനത്തിലൂടെയൊക്കെ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതൊക്കെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ വിദ്യാഭ്യാസ രംഗത്ത് നല്ല രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന മാസമാണ്. വിദ്യാർത്ഥികൾ ദിവസവും രാവിലെ പഠിക്കാനൊക്കെ ഇരിക്കുന്നതിന് മുൻപ് ഓം സരസ്വതിയൈ നമ എന്ന മന്ത്രം ജപിക്കുന്നത് ഏകാഗ്രതയൊക്കെ വർദ്ധിപ്പിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതാണ്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കർക്കിടക കൂറുകാർ ജൂൺ മാസത്തിൽ അല്പം ജാഗ്രതയൊക്കെ പാലിക്കണം. ജോലിയിലെ സമ്മർദ്ദവും അമിതമായ ചിന്തകളും ഒക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനമൊക്കെ കുറയ്ക്കാൻ ഒരു കാരണമാകുന്നതാണ്.
കൃത്യസമയത്തൊക്കെ ആഹാരം കഴിക്കാനും ആവശ്യത്തിന് വിശ്രമിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് യാത്രയൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ശ്രദ്ധ വേണം. ഈ മാസം കർക്കിടകക്കൂറുകാരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അനാവശ്യമായ പ്രതികരണങ്ങൾ ഒഴിവാക്കുക. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് കരിയറിലും കുടുംബത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അമിത ചിന്ത, കഴിഞ്ഞുപോയ കാര്യങ്ങളെയൊക്കെ ഓർത്ത് വിഷമിക്കാതെ വരുന്ന കാലത്തെപ്പറ്റി ചിന്തിക്കുക. അതുപോലെ ആലോചിക്കാതെയുള്ള ചിലവുകളൊക്കെ, ആഡംബരങ്ങൾക്കായിട്ടൊക്കെ ആലോചിക്കാതെയൊക്കെ ഉള്ള ചിലവുകളൊക്കെ കുറയ്ക്കുക. ഈ മാസത്തെ ദോഷഫലങ്ങളൊക്കെ അകന്ന് ഭാഗ്യമൊക്കെ വരാനായി ചില ലളിതമായ പരിഹാരമൊക്കെ ചെയ്യാം. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഓം സോമായ നമഃ എന്ന മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. കൂടാതെ മുതിർന്നവരെയും പിതാവിനെയൊക്കെ ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങുകയും ചെയ്യുക. മൊത്തത്തിൽ പറഞ്ഞാൽ ചില മുൻകരുതലുകളൊക്കെ എടുത്താൽ കർക്കിടകക്കൂറുകാർക്ക് മികച്ച വിജയമൊക്കെ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു മാസമാണ് ജൂൺ മാസം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.